ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വെച്ചാൽ നമുക്കെങ്ങനെ പ്ലാറ്റി ഫിഷിനെ ബ്രീഡ് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് നല്ല സിമ്പിളായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫിഷാണ് പ്ലാറ്റി ഫിഷ്. അപ്പോൾ പ്ലാറ്റി ഫിഷിനെ ബ്രീഡ് ചെയ്യാൻ എടുക്കുമ്പോൾ 2 ഫീമെയിലിന് 1 മെയിൽ, അല്ലെങ്കിൽ 3 ഫീമെയിലിന് 1 മെയിൽ, അല്ലെങ്കിൽ 4 ഫീമെയിൽ 2 മെയിൽ, അങ്ങനെയൊക്കെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഗപ്പീൻ്റെ മാതിരി തന്നെ അത്യാവശ്യം തോനെ കുട്ടികളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പെറ്റ് പെരുകിക്കാനൊക്കെ പ്ലാറ്റി ഫിഷിനെ നമുക്ക് കഴിയും. ആ പ്ലാറ്റി ഫിഷിനെ നല്ല രീതിയിൽ വളർത്തി നല്ല ഗപ്പീനെ മാതിരി തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ടാങ്കിൽ മാത്രം പ്ലാറ്റി ഫിഷിനെ വളർത്തുകയാണെങ്കിൽ അത് മാത്രം ആക്കാം. അപ്പോൾ ഇത് ഞാൻ പ്ലാറ്റി ഫിഷിനെ ബ്രീഡ് ചെയ്യാൻ എടുത്താണ്. ഇതിൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2 ഫീമെയിലും 1 മെയിലിനെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും എടുക്കാം. 3 ഫീമെയിലോ അല്ലെങ്കിൽ 1 മെയിലോ, അല്ലെങ്കിൽ 4 ഫീമെയിലോ 2 മെയിലോ, അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ചെറിയൊരു പാത്രത്തിൽ ഇട്ടെന്നുള്ളൂ ഇതുങ്ങളെ ബ്രീഡ് ചെയ്യാൻ. നിങ്ങൾ ബ്രീഡ് ചെയ്യാൻ എടുക്കുന്ന പാത്രം വലുതാവരുത്, നല്ല വലുപ്പമുള്ളാവരുത്. ഒരു ബക്കറ്റ് അങ്ങനത്തേലൊക്കെ ബ്രീഡ് ചെയ്യുക. വലിപ്പം കൂടിയാൽ ഇതുങ്ങൾ ബ്രീഡിങ് ആവില്ല, അപ്പോൾ ഓടി മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെറിയ പാത്രത്തിൽ എടുത്താൽ നമുക്ക് ബ്രീഡിങ് പെട്ടെന്നായി കിട്ടും. പിന്നെ ഈ മെയിലിനെ ഫീമെയിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫീമെയിലാണെങ്കിൽ ഇതിൻ്റെ വയറ്റിനടിയിലൊരു ചിറകുമാതിരി സാധനം ഉണ്ടാവും, അതൊന്ന് ചെറുങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ മെയിലിനാണെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മെയിലിനെയും ഫീമെയിലും തിരിച്ചറിയുന്നത്. നമുക്ക് പെട്ടെന്ന് ബ്രീഡായി കിട്ടുന്നൊരു ഫിഷാണ് പ്ലാറ്റി ഫിഷ്. നല്ല രീതിയിൽ വളർത്താനും പറ്റും. ഈ ടാങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാറ്റി ഫിഷ് ഇതിലുണ്ടാവുന്നുണ്ട്. ഇതിങ്ങനെ മാറ്റിയിട്ട് ബ്രീഡ് ചെയ്യില്ല. കുറേ പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ തന്നെ ഇട്ട് ഇതിൽ തന്നെ താനേ കുട്ടികൾ ഉണ്ടാവുകയാണ്. മാറ്റിയിട്ട് ബ്രീഡിങ് ചെയ്ത് നമുക്ക് കുട്ടികളെ നല്ലോണം കെയർ ചെയ്ത് വലുതാക്കി എടുക്കാം. ഇങ്ങനെ പ്ലാന്റൊക്കെ ഇട്ടൊരു വലിയ ടാങ്കൊക്കെ ആണെങ്കിൽ അതിൽ തോനെ പ്ലാറ്റി ഫിഷൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഓൾ എന്നതിൻ്റെ മുമ്പിൽ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.